13 ഓൾട്ടോ 800 VXI ആണ്. അപ്പോൾ നെക്സ്റ്റ് സ്കോർപിയോ എങ്ങനെയാണ് ഡീൽസ്? ഇത് 2008 CRD എഞ്ചിനാണ്. LXI 29 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. നെക്സ്റ്റ് മഹേന്ദ്ര XUV ഓട്ടോമാറ്റിക് ആണ്. 2016 സിംഗിൾ ഓണർ വണ്ടിയാണ്. VDI പ്ലസ് ഹൈബ്രിഡ് ആണ്. 2014 ഡീസൽ ഹൈലൈൻ ആണ്. 2016 ഓൾട്ടോ കേട്ടൺ VXI ആണ്. ഓണർഷിപ്പ് കിലോമീറ്റർ സ്വിഫ്റ്റ് ബ്ലൂ കളർ 2013 VXI ആണ്. പെട്രോൾ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദകുമാർ, ഞാനുള്ള കല്ലമ്പലം യൂസ്ഡ് കാർസിലാണ്. അപ്പോൾ നല്ല വണ്ടികളുടെ നല്ലൊരു കളക്ഷനുള്ള സ്ഥാപനമാണ്. ഇഷ്ടംപോലെ വണ്ടികളുടെ കളക്ഷൻ കിടപ്പുണ്ട്. സ്കോർപിയോയുടെ നല്ല കളക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ബഡ്ജറ്റ് കാറുകൾ വരുന്നുണ്ട്. എന്നോട് ശരേട്ടൻ ബ്രോണ്ട് വീഡിയോയുടെ സ്വാഗതം. നമസ്കാരം. അപ്പം നിങ്ങൾക്ക് സുഖമാണോ? അപ്പോൾ വീഡിയോ ഒരു കുറച്ച് ദിവസമായി, ഒരുപാട് നാളായി. അപ്പം തിരക്കാരനെ ഇങ്ങോട്ട് വരാൻ പറ്റാത്തതാണ്. അപ്പം ബ്രോ, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കാറുകൾ ഇഷ്ടംപോലെ അത്യാവശ്യം നല്ല കളക്ഷൻ വന്നിട്ടുണ്ടല്ലേ? ഒരുപാട് വണ്ടികൾ കളക്ഷൻ ഒരുപാട് ഉണ്ട്. കളക്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം മുതൽ ലോൺ 2010 ലാസ്റ്റ് മുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. കറക്റ്റ് ലൊക്കേഷൻ ആറ്റിങ്ങിലാണ്. ട്രിവാൻഡ്രം ആറ്റിങ്ങിലാണ്. LMS ജംഗ്ഷനിലാണ്. ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കച്ചേരി ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനും, കൊല്ലം സൈഡിൽ നിന്ന് വരുമ്പോൾ ആലങ്കോട് പൂമ്പാറ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ജംഗ്ഷനിലാണ്. അപ്പോൾ ഒരു നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട്, അതുകൊണ്ട് സ്ക്രീനിലും കാണിക്കാം. നേരെ ഓൾട്ടോ 2004 ഓൾട്ടോ LXI 29 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് ഉണ്ടല്ലേ? LXI വണ്ടി. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. AC എല്ലാം വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ് ആണ്. ടയർ കണ്ടീഷനൊക്കെ ഗുഡാണ് കേട്ടോ, പ്രശ്നങ്ങൾ കാണുന്നില്ല. ബോഡിയൊക്കെ വൃത്തിയായിട്ടുണ്ടല്ലേ? ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ കണ്ടീഷനും സീറ്റ് വേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്? നമുക്ക് 85 രൂപയ്ക്ക് കൊടുക്കാം. 85 രൂപ. 2013 ഓൾട്ടോ 800 VXI ആണ്. ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണർ 65,000 കിലോമീറ്റർ. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ. അത് ഇൻബിൽറ്റ് സീറ്റ് ഉണ്ട്. ടൂഡർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ. സീറ്റ് ഓവർ ചെറിയ ഡാമേജ് ഉണ്ട്. ബോഡി സൈഡ് കുഴപ്പമൊന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ടയർ കണ്ടീഷനാണ്. അപ്പോൾ എങ്ങനെ അപ്പോൾ അതിൻ്റെ പ്രൈസ്? ഇത് 1,70,000 രൂപ. ഒരു 1,40,000 ലോണും കിട്ടുന്ന വണ്ടിയാണ്. ഇത് 2016 ഓൾട്ടോ കേട്ടൺ VXI ആണ്. ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ 90,000 കിലോമീറ്റർ. ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി നീറ്റായിട്ട് പോകണം കേട്ടോ. സ്ക്രാച്ച് ഇടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ഒരു 70% ടയറുണ്ട്. വേറെ പ്രശ്നം വേറെ ഒന്നുമില്ലല്ലോ ബ്രോ? ഇതൊക്കെ പിന്നെ നല്ല വണ്ടി. VXI വരുന്നുണ്ട് അല്ലേ? സീറ്റ് ഓവർ ഇല്ല, ഫാബ്രിക് ആണ്. പക്ഷേ ഇതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. സെൻട്രൽ ലോക്ക് വരുന്നുണ്ടല്ലോ? സെൻട്രൽ ലോക്ക് ഇല്ല അതിൽ. വരുന്നില്ലേ? അപ്പോൾ എങ്ങനെയാണ് ബ്രോ പ്രൈസ്? ഇത് നമുക്ക് 2,50,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു 20 രൂപയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. ബാക്കി ലോൺ കിട്ടും. നെക്സ്റ്റ് സ്വിഫ്റ്റ് ബ്ലൂ കളർ 2013 VXI ആണ്. പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ. ഓണർഷിപ്പ് കിലോമീറ്റർ ഇത് സെക്കൻഡ് ഓണർ 1,20,000 കിലോമീറ്റർ. കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഈ ഒരു ഡോർ മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ ഗ്ലാസോ വേറെ ഒന്നുമില്ല. ടയറൊക്കെ നല്ലൊരു 80% ടയറുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വേറെ സ്ക്രാച്ച് ഓടേണ്ട കാര്യങ്ങളൊന്നും കാണുന്നില്ല. നീറ്റ് ആയിരിക്കുന്നുണ്ട്. ഓടിക്കാനും നല്ല വണ്ടി. കമ്പനി സർവീസ് തന്നെയാണല്ലോ? അതെ. അതിൻ്റെ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് അതിൻ്റെ ഒരു ബീഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഡാഷ്ബോർഡിൽ? പിന്നെ അതിനകത്ത് സ്റ്റീരിയോ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഫോർഡർ പവറിൻ്റെ പോസ്റ്റിന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വണ്ടി നല്ല വൃത്തിയായിരിക്കുന്നുണ്ടല്ലേ? നല്ല വണ്ടി. ഇന്ത്യയിൽ തുറക്കുമ്പോൾ ഒരു വൃത്തിയുണ്ട്, ആ ഫീലുണ്ട് അതിനകത്ത്. നല്ല വണ്ടി. ബീഡിങ് കൊടുത്തേക്ക് നല്ല ഭംഗിയുണ്ട്. 3 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തെങ്കിലും കൂടെ ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. ഫിനാൻസ് കയറുമല്ലാണെങ്കിൽ ഒരു 2,15, 2,20 ആ റേഞ്ച് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് പോളോ 2014 ഡീസൽ ഹൈലൈൻ ആണ്. 84,000 കിലോമീറ്റർ. ഓണർഷിപ്പോ സെക്കൻഡ് ഓണർ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. സർവീസ് എങ്ങനെയാണ്? പുറത്താണോ കമ്പനി സർവീസ് ആണോ? പുറത്താണ്. പുറത്താണ്. വണ്ടി നീറ്റ് ആയിരിപ്പുണ്ട് കേട്ടോ. ബോഡിയൊക്കെ നീറ്റാണ്. ഫ്രണ്ട് സസ്പെൻഷൻ പണി എല്ലാം ചെയ്തിട്ടേക്കാണ്. അലോയ്സ് ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ ഫ്രണ്ട് കുഴപ്പമില്ല, ബാക്ക് ആവറേജ് ആണ്. ഇന്ത്യയുടെ കണ്ടീഷൻ സീറ്റ് വർക്ക് ഉണ്ട്. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്. ഫോർഡർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ പോളോയ്ക്ക് ഡീസൽ മൈലേജ് എന്തായാലും 18 മേലെ കിട്ടില്ലേ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഫ്രണ്ട് സസ്പെൻഷൻ ബുഷുകളെല്ലാം ഇപ്പം മാറിയതാണ്. ഇപ്പം എങ്ങനെയാണ് പ്രൈസ്? 3,15 കൊടുക്കാം. 3,15. ഒരു 2,3 രൂപ ലോണും ചെയ്ത് കൊടുക്കാം. ടൊയോട്ട എറ്റിയോസ് GD 2012 75,000 കിലോമീറ്റർ. ഡീസൽ വണ്ടി. ഡീസൽ. നല്ല സെക്കൻഡ് ഓണർ. ഡീസൽ വണ്ടിക്ക് ഡിമാൻഡ് ആണല്ലേ ടൊയോട്ട എറ്റിയോസിന്?
ഓക്കെ ജി ഡി ആണ് വേരിയൻറ്റ്. കേൾസ് 1 ട്രിവാൻഡ്രം വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ ബ്രോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ്സിൽ ചെറിയൊരു പൊട്ടൽ കിടപ്പുണ്ട്. അത് മാറ്റേണ്ട കാര്യമില്ല, വേണമെങ്കിൽ മാറ്റാം അല്ലേ? ടയർ കണ്ടീഷൻ ഒരു 80% ടയറുണ്ട്. ഫ്രണ്ട് കുറച്ച് നീറ്റാണ്. ഓക്കെ, ഇതിനകത്ത് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, വൃത്തി ഇരിപ്പുണ്ട് കേട്ടോ. സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്, 4x4 പോസ്റ്റ് കാര്യമെല്ലാം വരുന്നുണ്ട്. നമ്മുടെ ടയോട്ടയുടെ ഇതാണ് ചെറിയൊരു പൊട്ടൽ, ഈ ഒരു ക്രാക്ക് കിടപ്പുണ്ടല്ലേ? വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒറിജിനൽ ഗ്ലാസ് ആണ്. ഓക്കെ, ഒറിജിനൽ ഗ്ലാസ് ആണ് ബ്രോ. അപ്പോഴേ ഇതിന് മൈലേജ് ഡീസലിന് എന്തായാലും ഒരു 20 മേലെ കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് പ്രൈസ്? ഇത് നമുക്ക് ലാസ്റ്റ് 310 കൊടുക്കാം. 310. ഫുൾ കവർ ഇൻഷുറൻസ് ആണ്, വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫിനാൻസോ? ഫിനാൻസ് ഒരു 2.5 റേഞ്ച് ഫിനാൻസും ചെയ്ത് കൊടുക്കുക. സ്വിഫ്റ്റ് 2016 LXi ആണ്. ഓക്കെ, 4 ഡോർ പവർ വിൻഡോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട് അല്ലേ? വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ്. 6655 ആണ് നമ്പർ പറഞ്ഞത്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി ബ്രോ? സെക്കൻഡ് ഓണർ 110 ഓട്ടം. 110. ഓക്കെ, കമ്പനി സർവീസാണ്. കമ്പനി സർവീസിനാണ്? അതെ. ഓക്കെ, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, 4x4 ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ AC പോസ്റ്റർ വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഒരു 60-70% ടയറൊക്കെ ഉണ്ട്. ഡ്യുവൽ ടോൺ കളറായി. ഇപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇത് 3,75,000 രൂപ. 375. ഒരു 3,15 വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഹോണ്ട അമേസ്. 2021 VX സിംഗിൾ ഓണർ. പെട്രോൾ അല്ലേ? പെട്രോള്. ഓക്കെ, കിലോമീറ്ററോ? 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസിനാണല്ലോ? കമ്പനി സർവീസ്. ഓക്കെ, വീട്ടൊക്കെ നീറ്റ് ആയിരിപ്പുണ്ട്. 2 ചാവി, സർവീസ് ബുക്ക് എല്ലാം ആയിരിപ്പുണ്ട്. നല്ല കളറോണ്, നല്ല നീറ്റ് ആയിരിക്കും. ഒരു സ്ക്രാച്ച് പോലും പറയാം. ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അലൈസ് ഉണ്ട്, ഫ്രണ്ട് പുത്തൻ ടയറുണ്ട്, ബാക്ക് ആവറേജ് ആണ്. ഓക്കെ, ഇതിന്റെ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടോ? നീറ്റ് ആയിരിപ്പുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ABS, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക് AC, ഇൻബിൽറ്റ് സ്റ്റീരിയോ, എയർ ബാഗ്, ABS, റിമോട്ട് കൺട്രോൾസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ, അമേസ് എന്തായാലും ഒരു 15 റേഞ്ച് മൈലേജ് വരും പെട്രോളിന്. 15-16 റേഞ്ച് കിട്ടും. എങ്ങനെ പ്രൈസ് അപ്പം നമ്മുടെ? നമുക്ക് 6.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 6.5 നമുക്ക് എന്തെങ്കിലും വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 6 രൂപ അടുപ്പിച്ച് ലോണും കിട്ടുന്ന വണ്ടിയാണ്. നെക്സ്റ്റ് സിയാസ് 2016 സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, VDI പ്ലസ് ഹൈബ്രിഡ് ആണ്. അലോയ്സ് ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ ബാക്കിൽ പുതിയ ടയറാണ്. പുത്തൻ ടയർ ഫ്രണ്ടിൽ 60% ടയറുണ്ട് കേട്ടോ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി ബ്രോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, 110 ഓട്ടം. കമ്പനി സർവീസ് അപ് ടു ഡേറ്റ് കമ്പനി സർവീസ് ഉള്ള മേജർ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. വണ്ടി നീറ്റ് ആയിരിപ്പുണ്ട്. ഇന്റീരിയർ കണ്ടീഷൻ നീറ്റാണ്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, 4x4 പവർ സ്റ്റിയറിംഗ്, AC എല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് എല്ലാം അത്യാവശ്യം VDI ആണെങ്കിൽ കാര്യം വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഒരുവിധം വരുന്നുണ്ട്. അല്ല എന്നുള്ളതേ ഉള്ളൂ. അതെ. അപ്പോൾ എങ്ങനെ ഇത് നമുക്ക് 5.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 4.25 രൂപ ലോൺ കിട്ടും. ഇത് 2011 ഇന്റർകൂളർ G4 സെക്കൻഡ് ഓണർ, 2 ലക്ഷം കിലോമീറ്റർ, കമ്പനി സർവീസ്. ടയർ 4 പുത്തൻ പുതിയ ടയർ. പുത്തൻ പുതിയ ടയർ 4. ഓക്കെ, G4 വേരിയന്റ്. വണ്ടി നീറ്റ് ആയിപ്പോണ്ട്, സിൽവർ കളർ നീറ്റാണ്. വേറെ സ്ക്രാച്ച് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. റീ വണ്ടിയാണ്. ഇവിടെ ഇപ്പൊ നമ്പർ ആക്കാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വേറെ മേജർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ബ്രോ? ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ ഉള്ളൂ, കമ്പനി തന്നെ മാറിയിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് JVC സ്റ്റീരിയോ ഇരിപ്പുണ്ട്, 4x4 പോസ്റ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ പ്രൈസ് എങ്ങനെ? ഇത് നമുക്ക് ഇവിടെ നമ്പർ ആക്കി 5 കൊല്ലം പുത്തൻ പുതിയ പേപ്പറും എടുത്ത് 5.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. വണ്ടി അമ്മാതിരി ക്വാളിറ്റി ഉണ്ട്. എടുത്തിട്ട് ഒരു 10 പൈസ മുടക്കാനില്ല. വണ്ടി ക്ലീൻ വണ്ടി. അപ്പോൾ നെക്സ്റ്റ് ഇന്നോവ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇന്നോവ ടാക്സി 2010 പുതിയ പേപ്പർ. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, ഇപ്പം ടാക്സി പെർമിറ്റ് നടക്കുന്നില്ലേ? പുതിയ പേപ്പർ. ഓക്കെ, വണ്ടി നീറ്റാണ് കേട്ടോ. വേറെ സ്ക്രാച്ച് ഡെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ് നീറ്റായി കിടപ്പുണ്ടല്ലോ ബ്രോ? ടയർ കണ്ടീഷൻ, അലോയ് വീല് എല്ലാം ഉണ്ട്. ഓക്കെ, അലോയ്സ് ചെയ്തിട്ടുണ്ട്. അതാണോ ഇന്റീരിയർ കണ്ടീഷൻ നീറ്റ് ആയിരിപ്പുണ്ട്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി ഓടിക്കാനൊക്കെ അടിപൊളി വണ്ടി. ഓക്കെ, 4x4 AC പോസ്റ്ററിംഗ്. മെയിനായിട്ട് ഒരു ആക്സിഡന്റ് റീപ്ലേസോ ഒന്നുമില്ല. 2,90,000 കിലോമീറ്റർ ആയി, കമ്പനി സർവീസ് ആണ്. നല്ല കളർ, ഒരു വെറൈറ്റി കളർ അല്ലേ? അപ് ടു ഡേറ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ എങ്ങനെയാ പ്രൈസ്? ഇത് നമുക്ക് 4,25,000 രൂപയ്ക്ക് കൊടുക്കാം. 4,25. ലോൺ എത്ര കയറും? ഇത് ഏകദേശം ഒരു 3 രൂപ റേഞ്ച് ലോണും ചെയ്ത് കൊടുക്കാം. ഇന്നോവ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2010 പുതിയ പേപ്പറാണ്. 2030 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർ 4. ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്. അലോയ് വീൽസ്. ഓക്കെ, ഫിറ്റിംഗ്സ് എല്ലാം ഉള്ള വണ്ടിയാണ്.
ടയറും നല്ല ടയറുണ്ടല്ലേ? ടയർ നല്ല ടയർ, പുത്തൻ ടയർ കിടപ്പുണ്ട്. ഓക്കെ. ഫ്രണ്ട് 2 ടയർ കുറവാണ്, അത് നമ്മൾ പുതിയ മാറി കൊടുക്കും. പുതിയതായി കൊടുക്കുമല്ലേ? ആ, ബോഡിയൊക്കെ നീറ്റാണ് ബ്രോ. കിലോമീറ്റർ അതിൻ്റെ കിലോമീറ്റർ 2:30 അങ്ങനെ ആയി. ഓക്കെ. സീറ്റ് പറഞ്ഞാൽ നല്ല പുത്തൻ സീറ്റ് ചെയ്തിട്ടുണ്ട്, നീറ്റായിരിക്കും. ഇവിടെ റൂഫും അതേസരി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ആൻഡ്രോയിഡ് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. 4 പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്. ഓക്കെ. ടയർ കുറവാണ്, അത് നമുക്ക് മാറി കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ബ്രോ ഇതിൻ്റെ പ്രൈസ്? ഇത് നമുക്ക് 4.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം, 3 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത മഹേന്ദ്ര XUV എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2017 ഓട്ടോമാറ്റിക് ആണ്, W6 ഡീസൽ. ഓക്കെ. ആ, ടയറെല്ലാം പുതിയത്, 4 പുത്തൻ ടയർ. നീറ്റ് വണ്ടി അല്ലേ? ആ. കിലോമീറ്റർ ഓണർഷിപ്പ് 1.20, സെക്കൻഡ് ഓണർ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. വേറെ മേജർ ആക്സിഡന്റ് ഒന്നും. W6 ഓട്ടോമാറ്റിക് ആണ്, C500. ടയറൊക്കെ പുത്തൻ ടയർ കേട്ടോ. ഇതിന് ഓടിയിട്ടില്ലല്ലേ ബ്രോ? ഇല്ല, ഇപ്പൊ മാറിയതേ ഉള്ളൂ. ഇതിൻ്റെ കണ്ടീഷൻ നോക്കാം, നീറ്റ് ആയിരിക്കും കേട്ടോ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. അതായത് എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽറ്റ് സ്റ്റീരിയോ. എന്താ പറയുക, ഈ XUV സംബന്ധിച്ച് നമ്മൾ ഫ്ലൈറ്റിൻ്റെ കോക്പിറ്റ് പോലാണ് ഇരിക്കുന്നത്. തുറക്കുമ്പോൾ ആ ഫീലാണ്. അത്യാവശ്യം ആവശ്യമുള്ള സ്പേസ് ഉണ്ട്, നല്ല സ്പേസ് നിറഞ്ഞിരിക്കും. നല്ല യാത്രാ സുഖമുള്ള വണ്ടിയാണ്. നല്ല ഓടിക്കുന്ന പ്രസൻസ് ഉണ്ട്, നല്ല റോഡ് പ്രസൻസ് വേണമല്ലോ. അപ്പോൾ XUV ഓട്ടോമാറ്റിക് എങ്ങനെയാണ് പ്രൈസ്? നമുക്ക് 7.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 7.5 കൊടുക്കാം. ഒരു 6.75-7 രൂപയ്ക്കകത്ത് ലോണും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് സ്കോർപ്പിയോ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2008 CRD എഞ്ചിനാണ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്ര? ഓണർഷിപ്പ് 4ാമത്തെ ഓണർ, 1.40 ഓട്ടം. ഓക്കെ. ടയർ കണ്ടീഷൻ ഒരു ഉണ്ടല്ലേ? കുഴപ്പമില്ല. ടയർ ഏകദേശം ഒരു എഞ്ചിൻ കണ്ടീഷൻ പക്കയാണോ? എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിനൊക്കെ പക്ക. ഓക്കെ. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. ഈ സൈഡും ഈ സൈഡിൽ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ്? നമുക്ക് 2,30,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 2.30. ആ, ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഷവർലെ ബീറ്റ് എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ബീറ്റ് ഡീസലാണ്, 2016. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? 3rd ഓണർ. കിലോമീറ്റർ 85,000 കിലോമീറ്റർ. ഇപ്പോൾ എഞ്ചിൻ പണി കഴിഞ്ഞ വണ്ടിയാണ്. ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ വണ്ടി. ഓക്കെ. ആ, ഗ്യാരണ്ടിയോടെ കൊടുക്കാം. എഞ്ചിനൊക്കെ ഓയിൽ അടിയോ ഡീകംപ്രഷനോ ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ. ഇവിടെ 4 AC പോസ്റ്ററിംഗെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ബീറ്റ് നോക്കുന്നവർക്ക് നോക്കാം അല്ലേ? ഡീസൽ നല്ല മൈലേജ് ഉള്ള വണ്ടി നോക്കുന്നവർക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇത് നമുക്ക് 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. 1.40.